കവടി ഉരുട്ടണേ ഉള്ളൂ മുതലാളി. ഇതുവരെ ഉറച്ചിട്ടില്ല. അധികാരി അയ്യപ്പ പണിക്കര്, തുന്നക്കാരൻ നാരായണൻകുട്ടി, പോസ്റ്റ്മാൻ മൈതൂട്ടി, കറവക്കാരൻ നാരായണൻ, അമ്പലക്കമ്മിറ്റി പ്രസിഡന്റ് സദാശിവ മേനോൻ, ശാന്തിക്കാരൻ അച്ചൂട്ടി. അങ്ങനെ ഈ നാട്ടിലെ സകല നാറികളും നിരന്നങ്ങനെ ഇരിപ്പുണ്ട്. മുതലാളി മാത്രം അവിടെ ഇല്ല. ആ അധികാരിയുടെയും ഹെഡ് കോൺസ്റ്റബിൾ കൊച്ചുകൃഷ്ണന്റെയും ഒക്കെ ഒരു തലക്കനം കാണണം. ഇരുത്തം കണ്ട ഇതിലും വലിയ തലയൊന്നും ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ലാന്ന് തോന്നും. ഓ സത്യം പറഞ്ഞ ഇതാ തല. ഇത്രയും തറവാടിത്തമുള്ള ഒരു തല ഈ നാട്ടിൽ വേറെ ആർക്കും എടുക്കാനില്ല മുതലാളി. മുതലാളി പോവാഞ്ഞതും നന്നായി, അവര് മുതലാളിയെ വിളിക്കാഞ്ഞതും നന്നായി. താനിങ്ങനെ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് ഓരോരോ ഗോളായിട്ട് അടിക്കണ്ട. വേണ്ട, മൊത്തത്തിലൊന്ന് കണ്ട് എന്താ അവരുടെ തീരുമാനം എന്ന് ഇവിടെ വന്ന് പറ. എന്നിട്ട് വേണം എനിക്കൊരു ഗോൾ അടിക്കാൻ. ഹൃദയം മേടിക്കേണ്ട അധികാരി. ഇത്തിരി ഉച്ചത്തിലങ്ങ് വിളിക്കുക. അച്ഛാ, കുറച്ചും കൂടി ഉച്ചത്തിലങ്ങോട്ട് വിളിക്കുക. അച്ഛാ, അങ്ങനെയല്ല. അച്ഛാ, അച്ഛാ, അച്ഛാ. എന്റെ മുത്തല്ലേ, മോൻ വിളിക്കണ കേട്ടില്ലേ? എണീക്കടാ, എണീക്കടാ. എണീറ്റല്ലോ. ഇനി ആരും പേടിക്കണ്ട. കാര്യമായി മാഷ ആരോ താങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഇങ്ങനെ ആരും തിരിച്ചു വരില്ല. അത്ഭുതം. മാഷ് ശവായി എന്നാ ഞാനും വിചാരിച്ചേ. ഇയാള് പോയില്ലേ? ഇല്ല. ഇനി ബോധം കെട്ട് മാഷ് വീഴണ്ട. ഈ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. സാറിനെ കൊണ്ട് ഈ ജന്മം ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതെ, പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തിലാ കള്ളന്മാരും കള്ളന്മാരെ സഹായിക്കുന്നവരും നിൽക്കുന്നത്. ഇൻസ്പെക്ടർക്കും ഇൻസ്പെക്ടറുടെ തലയിലിരിക്കുന്ന ഇതിലും വലിയ ഇൻസ്പെക്ടർമാർക്കും ഒക്കെ അതറിയാം. അറിഞ്ഞിട്ടാരും പിടിക്കണില്ല. എന്താ കാര്യം? സത്യവും ധർമ്മവും ആത്മാഭിമാനവും ധൈര്യമുള്ള ഒരു ഇൻസ്പെക്ടറും ഇന്നവരെ നാട്ടിൽ വന്നിട്ടില്ല. അത് തന്നെ കാര്യം. തന്റെ ചെറിയച്ഛൻ ഇടുന്നതും കാക്കിയുടുപ്പല്ലേ? ചെറിയച്ഛൻ പേര് ഹെഡ് കോൺസ്റ്റബിളാ. ചെറിയച്ഛന്റെ തലയിൽ സാർ ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന പിന്നെ ചെറിയച്ഛനെ എങ്ങനെ കള്ളനെ പിടിക്കണേ? ഈ തൊപ്പി ഒരു ചെറിയച്ഛന് കൊടുക്ക്. 2-ാം ദിവസം കള്ള ലോകപ്പിൽ കിടക്കും. എന്നാ 2 ദിവസം കൊണ്ട് കള്ളനെ പിടിച്ച് ഉള്ളം കൈ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാണണം. അധികം ഡാൻസ് ചെയ്ത സാറിന്റെ ബെൽറ്റ് അഴിഞ്ഞ് തറ കിടക്കത്തേ ഉണ്ടാവുള്ളൂ. അച്ഛൻ പറ. ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല, പോകാറായില്ലേ ചോദിക്കാം. വത്സലേ, തുറക്കടി വാതില്. ചന്ദ്രപ്പ, ജനാർദ്ദന, ഒരുത്തരും കാണാനില്ലല്ലോ. എല്ലാം പോയി ചത്തോ? ഇനി വാതില് തുറക്കാൻ. നിന്നോട് തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. എന്തടാ കുറുപ്പേ, നിനക്ക് എന്താ അടി പറ്റിയത്? സകൽ നെട്ട് ഒറ്റ രാത്രിയോട് ലൂസായോ? എല്ലാം ഒന്നുകൂടി ടൈറ്റായി. അകത്ത് പൂജ നടക്കുക. വാതിൽ തട്ടി ബഹളം വെച്ച നിങ്ങളുടെ സകല നട്ട് ഞാൻ അഴിച്ചിടും. വാതിലടച്ച് പൂജ നടത്താൻ നീ ആരാടി? തോന്നിയ ദിവസം കാണിച്ചാൽ വെട്ടിവെച്ചു കൊല്ലും ഞാൻ. തന്റെ വെടി എന്റെ നെഞ്ചത്ത് വരുന്നതിന് മുമ്പ് താനാവിയായി ആകാശത്ത് കിടക്കും. ഒരുത്തനെ ഞാൻ ഇപ്പൊ ഇവിടെ ഓടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? ഇന്നലെ രാത്രി തുമ്പശ്ശേരി കുറുപ്പിനെ പട്ടിക്കൂട്ടിൽ ഉറക്കിയതും ജനാർദ്ദന കുറുപ്പിനെ കുളിമുറിയിൽ കിടത്തിയതും ചന്ദ്രപ്പനെ പെട്ടിയിൽ അടച്ചതും മറ്റാരുമല്ല, ശൈവഭൂതങ്ങൾ. ശൈവഭൂതങ്ങൾ 1 2 10,000 ഭൂതങ്ങൾ. ഇനി എത്ര എണ്ണം വരാൻ കിടക്കുന്നു എന്ന് ദൈവത്തിനും നാരായണമാഷക്കും മാത്രമേ അറിയൂ. കുറുപ്പ് പോ. അയ്യോ, അയ്യോ മുതലാളി, ഞാനാ കാര്യസ്ഥൻ രാമക്കുറുപ്പ്. ഏത് കുറുപ്പ് അവിടെ? വിളിച്ചു കൂവരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുറുപ്പേ, കുറുപ്പേ, തന്നെയല്ലോ ഞാനോട് ഓടിച്ചത്. അകത്ത് പൂജ നടക്കാൻ പറഞ്ഞൂടെ? ഈ സമയത്ത് ഒരു പൂജ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ച പ്രതീക്ഷ പലതും പ്രതീക്ഷയല്ലാതാവും. ഇപ്പോഴത് മനസ്സിലായി. ഇനി പ്രതീക്ഷിക്കൂല. പ്രസാദം വാങ്ങിച്ചോളൂ. ഓം നമ ശിവായ. അയ്യോ മുതലാളി, ഇത് കണ്ടോ?
യോ 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 എന്റെ നടുപോയേ. വെള്ളം വെട്ടിത്തിളച്ചു പോയടാ. എന്തൊക്കെയോ ഉരുണ്ട് വീഴുന്നുണ്ടല്ലോ, ഭൂമി കുലുക്കുന്നുണ്ടോ? എന്ത് കുലുക്കം? വെട്ടിക്കിടന്ന് നിനക്ക് ഭ്രാന്തായോ? ഹോ, വല്ലാത്ത ചൂട്. ഞാൻ പോയി കുറച്ച് തണുത്തോളം കൊണ്ടുവരാം. നീ പേടിക്കാണ് കടാ. അയ്യോ 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 തണുത്ത വെള്ളം. അമ്മേ, അയ്യോ. സല, ആ ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ, താനാണോ ചന്ദ്രപ്പൻ? ഞാനല്ല, ഇവനാണ്. ഞാനല്ല അവൻ. അയ്യോ. ഇങ്ങോട്ട് വാ, കേറ് ജീപ്പില്. അവനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കുറുപ്പേ. ഇവനോട് ചിന്നക്കുറുപ്പിന്റെ ഏട്ടന്റെ മോൾ എവിടാണെന്ന് പറയാൻ പറ. AC ജീപ്പാണ്, പടിയുണ്ട്, സൂക്ഷിക്കണേ. ഇവര് കല്യാണം നിശ്ചയിച്ച പെണ്ണാ അവള്. ഈ തൊപ്പി വെച്ച് എന്നുമ്പിൽ തമാശ കളിക്കരുത്. ഞാൻ മൂർഖനാ, കരിമൂർഖൻ. അപ്പൊ ഈ കാണുന്നതാണോ മോലാലിയുടെ പത്തി? അതോ ഇനി വേറെ ഉണ്ടോ? നോക്കി നിൽക്കാതെ ഇവനെ ജീപ്പിലേക്ക് എടുത്ത് മുതലാളി ഒരുപക്ഷെ ഈ നാട്ടിലെ വലിയ പുള്ളിയായിരിക്കും. അങ്ങ് തിരുവനന്തപുരം വരെയും ഡൽഹി വരെയും ഒക്കെ കൈയും കാലും നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്ന് വെച്ച് അതെങ്ങാനും എടുത്ത് യൂണിഫോമിൽ തൊട്ടാലുണ്ടല്ലോ, വേഷം കൊണ്ട് ഞാനൊരു ഇൻസ്പെക്ടറാ, പക്ഷെ ദേഷ്യമെന്ന തനി ഐജിയാ. ഇതിലും വലിയ വേഷങ്ങൾ കിട്ടിയ അലോട്ടപ്പന്മാർ എന്റെ കയ്യിലുണ്ടോ? ഒന്ന് കറക്കുകയേ വേണ്ടൂ. പൊതിഞ്ഞു കെട്ടി സ്ഥലം വിടാൻ തിരുവനന്തപുരത്ത് ഓർഡർ വരും. അത് ഞാൻ വരുത്തി കാണിക്കണോ? നീ ഇങ്ങ് ഇറങ്ങി പോഴ ചന്ദ്രപ്പാ. ഇൻസ്പെക്ടർമാൻ ഇപ്പോഴാ കാര്യം മനസ്സിലായത്. ചന്ദ്രപ്പ പോലെ പ്ലീസ്. ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് ഒരു STD വിളിച്ച് അവിടുന്ന് ഇങ്ങോട്ടൊരു STD വരാൻ ഏകദേശം എന്ത് സമയം എടുക്കും? ലൈൻ കിട്ടിയ ഒരു 30-35 സാർ. ലൈൻ കിട്ടിയ ഒരു 30-35 മിനിറ്റ് എടുക്കും സാർ. അതുവരെ നമുക്ക് വന്നെ പൊരിച്ചൂടെ? കടിച്ചു തിന്നട്ടെ. കൊച്ചുഷാ, എന്താ സാർ? കൊച്ചുഷാ, അനക്കമില്ല. ലൈൻ കട്ടായി എന്നാ തോന്നണേ. കട്ടാവാണ് സാർ. കോഡ് മാറ്റി ഒന്ന് കറക്കി. ലൈൻ കിട്ടി കൊച്ചുഷാ, ലൈൻ കിട്ടി. എന്റെ പൊന്ന് സാറേ, ഞാനും അളിയനും തമ്മിൽ ഒരു കച്ചവടം ഇല്ലേ? പിന്നെന്തിനാ ചത്ത പോലെ നിന്നേ? ഇടി കിട്ടിയ സോം കൊണ്ട് ഉറങ്ങിപ്പോയതാ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, പെട്ടിയുടെ അകത്തായിരുന്നു. സത്യം പറഞ്ഞോ? ദാ കാണുന്ന ട്രോഫികൾ മുഴുവൻ ഞാൻ ഇടി കൊടുത്ത് മേടിച്ചതാ. ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ. അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? എന്നാ അത് ഞാനാ. സത്യം പറ, ആ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ കയറിയ പെട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്തായപ്പുരയിൽ വേറെയും കുറെ പെട്ടികൾ ഉണ്ടായിരുന്നല്ലോ, അതിനകത്തൊക്കെ എന്തായിരുന്നു? അളിയന്റെ ചരക്ക. ഇവന്റെ അളിയൻ എവിടുന്നാണോ ഇത്രയ്ക്കധികം ചരക്കുകൾ? അതും പഴയ നല്ല നല്ല വിളവെടുപ്പുള്ള ചരക്കുകൾ. ഇത്രയും ചരക്കിനെ ഒന്നായി ഉന്തിക്കൊണ്ടുവരാൻ നിന്റെ അളിയൻ എന്താ ഈ നാട്ടിലെ ഗുഡ്സ് ട്രെയിനാ? അവളെ പറ, മാഷക്ക് എവിടെ നടൊരു പെങ്ങളെ കിട്ടിയത്? അതിപ്പോ പറയാൻ പെണ്ണ് തന്നെ വേണമെന്നില്ല മുതലാളി. അവനവന്റെ മനസ്സുകൊണ്ടും പറയാം. പിന്നെന്താടോ എനിക്കങ്ങനെ ഒരെണ്ണത്തിനെ പറയാൻ കഴിയാത്തത്? അതിന് പെറാൻ പറ്റിയ നല്ലൊരു മനസ്സ് വേണം. മുതലാളിക്ക് അങ്ങനെ ഒരു സാധനം എന്റെ അറിവിലില്ല. പിന്നെ എങ്ങനെയാ പെറുന്നത്? കയറിച്ചെന്ന് വലിച്ചുവാരി മുറ്റത്തിട്ട് തൂക്കിയെടുത്തോണ്ട് വരാൻ തുമ്പശ്ശേരിക്ക് 5 സെക്കൻഡ് മതി. കാണണോ നിനക്ക്? കാണാനൊന്നുമില്ല. മുതലാളി ഇപ്പൊ അങ്ങോട്ട് ചെന്നാ അവരെല്ലാം കൂടെ മുതലാളിയെ വലിച്ചു വരെ അകത്തേക്കിടും. കൊച്ചമ്മയ്ക്ക് എവിടെയോ കാര്യമായി തീ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വച്ചോണ്ടിരിക്കാതെ വേഗം ഊതിക്കെടുത്തുന്നതാ ബുദ്ധി. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് കത്തും. എടോ കാഴ്ചക്കുറുപ്പേ, താൻ എന്തെന്നാണ് അങ്ങേരെയും കെട്ടിപ്പിടിച്ച് പരദൂഷണം പറയുന്നത്? അടിയനൊന്നും പറഞ്ഞില്ലേ? മണിയടി കേട്ടപ്പം മനസ്സിൽ തോന്നിയ ഭഗവതി സ്തോത്രം ചൊല്ലിയതാണേ. വത്സല കൊച്ചമ്മ നെന്തിരുവടി അടിയനോട് മാപ്പാക്കണം. താൻ പോയി അർദ്ധരാത്രിത്തെ പൂജയ്ക്ക് എനിക്ക് കുറച്ച് ഫലമൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവരൂ. ഫലമൂലോ? അതെന്ത മൂലം? ഫലമൂലം. ഫലമൂലാദികൾ എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ. ആപ്പിൾ, മുന്തിരി, സപ്പോട്ട, പൈനാപ്പിൾ, സ്ട്രോബെറി,
പപ്പായ തുടങ്ങിയ പഴങ്ങൾ വേഗം പോയി അവയെല്ലാം പറിച്ചുകൊണ്ടുവരൂ. പറിച്ചോണ്ട് വരാൻ ഈ വീടെന്താണ്ട് നിന്റെ ആശ്രമോ? ശൈവഭൂതങ്ങൾ രാത്രി ഫ്രൂട്ട് ജ്യൂസാ കുടിക്കുന്നേ? ഈ രാത്രി നേരത്ത് ഒരു ഭൂതം വിചാരിച്ചാലും ആപ്പിളും മുന്തിരിയും കിട്ടാൻ പോണില്ല. പിന്നെ മാർക്കറ്റിലെ അയ്യപ്പൻ നായരുടെ കട പൂട്ടിയില്ലെങ്കിൽ 1 കിലോ തക്കാളി വാങ്ങിക്കാം. തക്കാളി ഒരു പഴമല്ലേ? പിന്നെ രാത്രി പൂജയ്ക്ക് ഭൂതങ്ങൾക്ക് സാമ്പാർ തന്നെ ആയിക്കോട്ടെ. ആ സാമ്പാർ നിങ്ങൾ കൂടി, ഭൂതങ്ങൾക്ക് അത് വേണ്ട. ഓം നമഃ ശിവായ. അയ്യോ